ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാം. നഗരത്തിലെ തിരക്കേറിയ ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സായിരുന്നു മരിയ. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും രോഗികൾക്കിടയിൽ ചിലവഴിച്ച മരിയയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. ഒറ്റമുറി ഫ്ളാറ്റിലെ ഏകാന്തതയിലേക്ക് മടങ്ങുന്നതായിരുന്നു അവളുടെ പതിവ്. ഡ്യൂട്ടി കഴിഞ്ഞ് തളർന്ന് ഫ്ളാറ്റിലേക്ക് നടക്കുമ്പോഴാണ് മരിയ ആ ശബ്ദം കേട്ടത്, ഒരു കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ. ചുറ്റും നോക്കിയ അവൾ കണ്ടത് ഒരു പഴയ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ചപ്പുചവറുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെയാണ്. ആരും കാണാതെ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ മരിയയുടെ ഉള്ളിൽ ഒരു മാതൃത്വമുണർന്നു. നിയമത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ അവൾ ചിന്തിച്ചില്ല. അവൾ അതിനെ രഹസ്യമായി വളർത്തി. നന്ദന എന്ന് പേരിട്ടു. മരിയ തന്റെ തുച്ഛമായ വരുമാനത്തിൽ നന്ദനയെ പൊന്നുപോലെ വളർത്തി. മകൾക്ക് വേണ്ടി അവൾ തന്റെ സുഖസൗകര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. നന്ദനയ്ക്കും അമ്മയായിരുന്നു ലോകം. കാലങ്ങൾ കടന്നുപോയി. കഠിനാധ്വാനത്തിലൂടെ നന്ദന ഒരു ഡോക്ടറായി മാറി. ഒരു ദിവസം മരിയയ്ക്ക് കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. നന്ദന ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ തന്നെ അവളെ പ്രവേശിപ്പിച്ചു. പരിശോധനകൾക്കൊടുവിൽ അമ്മയ്ക്ക് അടിയന്തരമായി ഒരു ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് നന്ദന തിരിച്ചറിഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് മുൻപുള്ള രാത്രിയിൽ അമ്മയുടെ പഴയ പെട്ടിയിൽ നിന്നും എന്തോ തിരയുന്നതിനിടയിൽ നന്ദന ഒരു പൊതി കണ്ടു. അതൊരു പഴയ മങ്ങിയ ചുവന്ന തുണികഷ്ണമായിരുന്നു. അതിനുള്ളിൽ ഒരു ചെറിയ കടലാസ് കഷ്ണവുമുണ്ടായിരുന്നു. ആ വൈകാരിക നിമിഷം ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ബോധം തെളിഞ്ഞ മരിയ പതുക്കെ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ അരികിലിരുന്ന് കരയുന്ന നന്ദനയെയാണ്. നന്ദനയുടെ കയ്യിൽ ആ പഴയ തുണിക്കഷ്ണവും കടലാസുമുണ്ടായിരുന്നു. മരിയയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചു. തന്റെ രഹസ്യം മകൾ അറിഞ്ഞിരിക്കുന്നു. മോളെ, അത് മരിയ വിറക്കുന്ന സ്വരത്തിൽ പറയാൻ ശ്രമിച്ചു. നന്ദന ആ കടലാസ് കഷ്ണം അമ്മയെ കാണിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഇവളെ നന്നായി നോക്കണം. എന്തിനായിരുന്നു അമ്മേ ഇത് എന്നിൽ നിന്ന് മറച്ചുവെച്ചത്? നന്ദനയുടെ ശബ്ദം ഇടറി. ഈ പഴയ തുണിയിൽ പൊതിഞ്ഞ് ആരും കാണാതെ എന്നെ കളഞ്ഞവർ അമ്മയേക്കാൾ എനിക്ക് വലുതായിരിക്കുമെന്ന് തോന്നിയോ? മരിയ മകളുടെ കൈകൾ മുറുകെ പിടിച്ചു. എനിക്ക് പേടിയായിരുന്നു മോളെ. സത്യം അറിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകുമോ എന്ന്. ഒരു നഴ്സായി ഞാൻ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ഈ ലോകത്തേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് ആ രാത്രിയിൽ ആ ഇടവഴിയിൽ നീ കിടന്നപ്പോൾ എനിക്ക് തോന്നി ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് നീയെന്ന്. നന്ദന ആ തുണിക്കഷ്ണം നെഞ്ചോട് ചേർത്തു പിടിച്ചുകൊണ്ട് മരിയയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു: അന്ന് എന്നെ ഉപേക്ഷിച്ചവർക്ക് പകരം ദൈവം നൽകിയ സമ്മാനമാണ് എന്റെ ഈ അമ്മ. ഇന്ന് ഹോസ്പിറ്റലിലെ റെക്കോർഡുകളിൽ ഞാൻ എന്റെ പേര് മാറ്റി ഒപ്പിട്ടു അമ്മേ. ഇനി ഞാൻ ഡോക്ടർ നന്ദനയല്ല, ഡോക്ടർ നന്ദന മരിയാണ്. എന്റെ പേരിനൊപ്പം ഇനി ഈ ലോകം അമ്മയുടെ പേര് കൂടി അറിയും. നന്ദന അമ്മയെ ചേർത്തു പിടിച്ചു. ആ തുണിക്കഷ്ണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്നേഹത്തിന്റെ അടയാളമായി മാറി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.